ഈ എളിയവൻ ഒരു 10-15 വർഷം മുമ്പ് മദീനയിലേക്കുള്ള പാതയിൽ 1500 ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിരുന്നു. അതിലവർ പറയുന്നുണ്ട്, ഒരു ഒപ്പിട്ട പ്രസ്താവനയാണ്, എർത്ത് ഈസ് ഫിനിറ്റ്, ഭൂമിക്ക് പരിധിയുണ്ട്. ഇറ്റ്സ് റിസോഴ്സസ് ആർ ഫിനിറ്റ്, അതിൻ്റെ വിഭവങ്ങൾക്ക് പരിധിയുണ്ട്. ഭൂമിക്ക് സഹിക്കാവുന്നതിനും പരിധിയുണ്ട്. സഹിക്കാവുന്നതിലേറെ ഭൂമിയെ കൊണ്ട് സഹിപ്പിക്കരുത്. ഭൂമിയുടെ മേലെല്ലാം അടിച്ചേൽപ്പിക്കരുത്. ഭൂമിക്കുമുണ്ടൊരു പരിധി. മലയാളത്തിൻ്റെ ഗസൽ ഗായകനായ ഉമ്പായിയുടെ ഒരു പാട്ടുണ്ട്, മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യദുഃഖത്തിൽ നീറുന്നൊരമ്മയെ കാണുക ഈ ഭൂമിയെ, അമ്മേ സർവം സഹേ എന്നാണ് ആ പാട്ടിൽ പറയുന്നത്. എല്ലാം സഹിക്കുന്ന അമ്മയെന്ന ഭൂമി, അമ്മയെല്ലാം സഹിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അമ്മയും പ്രതികരിക്കും. അത് ശാസ്ത്രമാണ്. അപ്പോഴും കരുണ മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ഈ മഹത്തായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞയാഴ്ച കേരളത്തിൽ ഒരു മകൻ അമ്മയെ അടിച്ചു കൊന്നത്. ചുറ്റിക കൊണ്ടടിച്ചാണ് കൊന്നത്. ഞാൻ ആ പത്രം വായിച്ച് അന്തം വിട്ടിരുന്നു കുറേ നേരം. 9.5 മാസം കൊലയാളിയെ ഗർഭത്തിൽ ചുമക്കുന്നവൾ അമ്മ. മാതാവിൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊലയാളിക്കും കാരുണ്യം നൽകുന്നവൾ അമ്മ. അവനെ പ്രസവിച്ച് പേറ്റുനോവോടെ അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ചുണ്ടിൽ ആദ്യദാഹം വൈദ്യുതി തരംഗം പോലെ സ്പന്ദിക്കുമ്പോൾ മാറിടത്തിലെ അമൃതകുംഭങ്ങളോട് തൻ്റെ സന്താനത്തെ ചേർത്ത് പിടിക്കുന്നവളുടെ പേരും അമ്മ. അപ്പോൾ അവളുടെ സിരകൾ ചേർന്ന് പാടുന്നൊരു സംഘഗാനമുണ്ട്, നീ അമ്മയാണ്, നീ അമ്മയാണ്, നീ അമ്മയാണ്. അവൻ്റെ കൈകൾ മാത്രമല്ല, കാലിൻ്റെ വിരലുകളും മൂക്കിനോട് ചേർത്ത് വെച്ച് മുത്തം വെക്കുന്നവളുടെ, അതായത് കൊലയാളിയുടെ കാലുകൾ ചുംബിക്കുന്നവളുടെ പേര് അമ്മ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് എന്നൊരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ വിശ്വാധ്യാപകനായ വിശ്വകാരുണ്യമായ പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, നിന്റെ മാതാവിനോട് എന്ന്. ഇന്ന് ദൈവനിഷേധം, മൂല്യനിഷേധം, പെറ്റ തള്ളയെ നിഷേധിക്കൽ, മാതാവ് അവളുടെ സുഖത്തിന് വേണ്ടി, അവളുടെ സെക്സിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിലെന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചു, അതിന് ഞാനിങ്ങനെ അമ്മയെന്നൊക്കെ വിളിച്ചെന്തിന് ബഹുമാനിക്കണമെന്ന പുതിയ പാഠങ്ങളാണ്. അരാജകത്വം സൃഷ്ടിക്കാൻ, പെറ്റ തള്ളയെ തള്ളിപ്പറയാൻ, മാതാവിൻ്റെ മുലപ്പാലിൻ്റെ മണം മറക്കാൻ മക്കളെ പ്രേരിപ്പിക്കാൻ പുതിയ കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ അതിനെതിരെയും നമുക്ക് ജാഗ്രതായി കാരുണ്യവത്താകണം എന്നെൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് രക്ഷിക്കാൻ. വിവാഹം വേണ്ട, ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കാലത്ത് പുതിയ ഒരു കരുണ. കാരണം ഗർഭാശയമാണ് ഏറ്റവും വലിയ കാരുണ്യസ്ഥാനം. അറബ് ഭാഷയിൽ കരുണക്ക് പറയുന്ന വാക്ക് റഹ്മ എന്നാണ്, നിങ്ങൾക്കറിയാം. അറബി ഭാഷയിൽ ഗർഭാശയത്തിന് പറയുന്ന വാക്കും റഹം എന്നാണ്. പെറ്റ തള്ളയുടെ ഗർഭാശയത്തിന് അറബിയിൽ റഹം എന്നാണ് പറയുന്നത്. രണ്ടാമതും ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ പിന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത്? നിസ്സംഗനായി പുണ്യ റസൂൽ മറുപടി പറഞ്ഞു, നിന്റെ മാതാവിനോട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേതും മാതാവെന്നറിഞ്ഞപ്പോൾ ചോദ്യകർത്താവ് വിടാതെ പിടികൂടിയിട്ട് ചോദിച്ചു, പിന്നെ ആര് എന്ന്. നെക്സ്റ്റ് ആളാരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. അപ്പോഴും പുണ്യനബി പറഞ്ഞു, നിന്റെ മാതാവിനോട് എന്ന്. നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിന്റെ പിതാവിനോട് എന്ന്. അടുക്കളയിലെ മെലിഞ്ഞ പെണ്ണ്, കോന്തലയിലെ കരി പിടിച്ച അടുക്കളക്കാരി, കൂലി കൊടുക്കാതെ പേരക്കുട്ടികളുടെ വസ്ത്രവും അലക്കുന്ന ആ അലക്കുകാരി, അവൾ കൊണ്ടുപോയി ലോകത്തിലെ 3 റാങ്കും. അത് കരുണയാണ്. അതുകൊണ്ടാണ് കരുണ ലോകത്ത് വേണ്ടി വരുന്നത്. പക്ഷേ ഫലസ്തീൻ്റെ മണ്ണിൽ ഓമന മക്കളെ കുന്നൊടുക്കുമ്പോഴാണ് ഈ കാരുണ്യ പ്രവർത്തനം വഴി ലോകേതിഹാസത്തിൻ്റെ ഗിന്നസ് ബുക്കിലേക്കല്ല, ഹൃദയ പുസ്തകത്തിലേക്ക് നിങ്ങൾ കയറുന്നത്. മാനവരാശിയുടെ ഹൃദയ പുസ്തകത്തിൽ, മാനവരാശിയുടെ ഹൃദയത്താളുകളിലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ സ്ഥാനം. യുവ സുഹൃത്തുക്കൾക്ക് നൽകുന്ന ഈ മഹത്തായിട്ടുള്ള ആദരം കരുണക്ക് നൽകുന്ന ആദരമാണ്, കാരുണ്യത്തിന് നൽകുന്ന ആദരമാണ്. കേരളത്തിലെ ഇന്നത്തെ ന്യൂജൻ, പുതിയ തലമുറ, അതൊരുപാട് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലമുറയാണ്. അവരുടേത് പുതിയ ജീവിതമാണ്, പുതിയ സങ്കല്പങ്ങളാണ്, പുതിയ ഭാവനകളാണ്. ആ ന്യൂജനെ
ഈ കാരുണ്യ പ്രവർത്തനത്തിന് സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചുവെന്നാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞത്. അത് കേരളം കേൾക്കേണ്ട ശബ്ദമാണ്. ഇന്നത്തെ കേരളത്തിലെ പുതിയ തലമുറയെ ഇങ്ങനെ ഒരു കാരുണ്യ സംഘമായി, കാരുണ്യത്തിൻ്റെ ധവള സംഘമായി, യശോധാവല്യമായി മാറ്റിയെടുത്ത യൂത്ത് ലീഗ് അഭിനന്ദനമല്ല അർഹിക്കുന്നത്, പ്രാർത്ഥനയും അഭിവാദ്യവുമാണ് അർഹിക്കുന്നത്. വലിയ ഒരു കാരുണ്യ സംഘത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നുണ്ട്. ആ കാരുണ്യ സംഘം ഏത് എന്ന് നാളെയല്ല ഇന്ന് ചോദിക്കുമ്പോൾ ഈ നാടിൻ്റെ ഹൃദയം, മൺതരിയുടെ ഹൃദയം പറയും വൈറ്റ് ഗാർഡ്, വൈറ്റ് ഗാർഡ്, വൈറ്റ് ഗാർഡ് എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വൈറ്റ് ഗാർഡ് വെറും ആശ്വാസമല്ല, വൈറ്റ് ഗാർഡ് വെറും കർമ്മസംഘമല്ല, വൈറ്റ് ഗാർഡ് സാന്ത്വനമാണ്. ദൈവം മനുഷ്യന് കൈകൾ നൽകിയത് തല്ലാനല്ല തലോടാനാണ് എന്ന് പഠിപ്പിക്കുന്ന കാരുണ്യ സംഘമാണ്. ഈ കാരുണ്യ സംഘത്തിന്, അതിൻ്റെ ഈ മഹത്തായ സന്ദേശത്തിന് മുഴുവൻ ജനസമൂഹത്തിൻ്റെയും അഭിവാദ്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനം.